ദേവാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഷൊർണൂർ കോഴിപ്പാറയിൽ കർഷകൻ മരിച്ചത് കുളത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വീണാണെന്ന് കണ്ടെത്തി. സംഭവത്തിൽ വൈദ്യുതി കമ്പി സ്ഥാപിച്ച കോഴിപ്പാറ സ്വദേശി ശങ്കരനാരായണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നവംബർ 28 രാവിലെയാണ് കോഴിപ്പാറ വെളുത്താൻമാരിൽ കുഞ്ഞനെ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ വീടിന് സമീപത്തെ കുളത്തിൽ നിന്നും മീൻ പിടിക്കുന്നതിനായി ഇറങ്ങിയ കുഞ്ഞിനെ രാവിലെ 7ഓടെ നാട്ടുകാർ കുളത്തിൽ മുട്ടപ്പം വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും മൊഴി നൽകിയതിലും കുടുംബം സംശയം ഉന്നയിച്ചിരുന്നില്ല. അന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മുങ്ങി മരിച്ചതാണെന്ന നിഗമനത്തിലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വെള്ളത്തിൽ ശ്വാസം മുട്ടി മരിച്ചതായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വർഷങ്ങളായി പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്നയാൾ മുട്ടപ്പം വെള്ളമുള്ള കുളത്തിൽ മുങ്ങി മരിച്ചു എന്നത് സംശയങ്ങൾക്കിടയാക്കി. മാത്രമല്ല, കുളത്തിന് സമീപം വൈദ്യുതി കമ്പി സ്ഥാപിക്കാറുണ്ടെന്ന വിവരവും സംശയങ്ങൾക്ക് ബലമേകി. പിന്നീട് നാട്ടുകാരുൾപ്പെടെ സംശയം ഉന്നയിച്ചതോടെ കുഞ്ഞിന്റെ കുടുംബത്തിൻ്റെതുൾപ്പെടെയുള്ള സംശയങ്ങളും ഇൻക്വസ്റ്റ് സമയത്തുണ്ടായിരുന്നവർ കാലിലെ മുറിവ് കണ്ടതുമെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 ആഴ്ച മുമ്പ് കുഞ്ഞിന്റെ മകൾ ശരണ്യ പുനരന്വേഷണവും പട്ടികജാതി വർഗ കമ്മീഷനും ജില്ലാ കലക്ടർക്കും പരാതി നൽകുകയും ചെയ്തു. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കുകയും കൃഷിസ്ഥലത്ത് വൈദ്യുതി കമ്പി സ്ഥാപിച്ച ശങ്കരനാരായണനെ പോലീസ് ചോദ്യം ചെയ്യുകയുമായിരുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ശങ്കരനാരായണൻ കുറ്റസമ്മതം നടത്തി. വൈദ്യുതി കമ്പിയും മറ്റ് സാധനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വന്യജീവികളിൽ നിന്ന് കൃഷി സംരക്ഷിക്കുവാനാണ് വൈദ്യുതി കമ്പി സ്ഥാപിച്ചതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. സ്ഥിരമായി ഈ രീതിയിൽ വൈദ്യുതി കമ്പി സ്ഥാപിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഈ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കാട്ടുപന്നികൾ ചാവാറുണ്ടെന്നും പറയുന്നു. ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ, SI M മഹേഷ് കുമാർ, അഡീഷണൽ SI ഗോപാലൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. VCV ന്യൂസ്, ഷൊർണൂർ. You are watching VCV News.